അപ്പോൾ ഇന്ന് നമ്മൾ റംദാൻ സ്പെഷ്യൽ മുട്ട പൊക്കവടയാണ് ഉണ്ടാക്കാൻ പോണത്. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ 2 മുട്ട ഞാൻ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെ സവോള ഇതേപോലെ നുറുക്കി വെച്ചിട്ടുണ്ട്. ഒരു സവോള എടുത്തിട്ട് നുറുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതാക്കി നുറുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 1/2 സ്പൂണ് പെരിഞ്ചീരകം, പിന്നെ കറിവേപ്പില ഉണ്ട്, മല്ലിയില ഉണ്ട്, കായപ്പൊടി എടുത്തിട്ടുണ്ട്, കുറച്ച് മതി, കടലമാവ്, മൈദ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഓയില്, ഉപ്പ്, ഇത്രയാണ് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. ഇനി നമുക്കിത് എങ്ങനെയാണ് മിക്സ് ചെയ്യേണ്ടത് നോക്കാം. നമ്മൾ സവോള നുറുക്കി വെച്ചതും ഇഞ്ചി, പച്ചമുളക് എല്ലാം കൂടി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. പെരിഞ്ചീരകം ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു 3 സ്പൂണ് കടലമാവാണ്, 2 സ്പൂണ് മൈദ, പിന്നെ വേണ്ടത് ഇത് ആപ്പത്തിൻ്റെ മാവാണ്. ആപ്പത്തിൻ്റെ മാവോ ദോശയുടെ മാവോ ഉണ്ടെങ്കിൽ അതെടുക്കാം. ഇല്ലെങ്കിൽ തൈര്, അധികം പുളിയില്ലാത്ത തൈര്, അതൊരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ലേശം കായത്തിൻ്റെ പൊടി, ഒരു 1/4 സ്പൂൺ. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഈ കറിവേപ്പിലയും മല്ലിയിലയും ചെറുതാക്കിയിട്ട് അരിഞ്ഞിട്ട് ഇതിൽ ചേർക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മാവ് ശരിയാക്കി എടുക്കാണ്ട് കുറേശ്ശെ ഒഴിച്ചിട്ട് ഒന്നും കൂടി ലൂസാക്കണം. നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല, അപ്പോൾ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കും. ഇതിങ്ങനെ അടച്ചു വയ്ക്കുക കുറച്ച് നേരം. എന്നിട്ട് നമുക്ക് അപ്പോഴേക്കും ഈ മുട്ട ഒന്ന് കട്ട് ചെയ്ത് വെക്കണം. നമ്മൾ ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എണ്ണ അവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഉണ്ടാക്കി വെച്ച കൂട്ടിയിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് പതുക്കെ ഇളക്കി കൊടുക്കാം. അല്ലാണ്ട്
അമർത്തിയാൽ വയ്ക്കുക, മുട്ട മുഴുവൻ ഉടഞ്ഞു ചേരും. നമുക്ക് എണ്ണ ചൂടായ അതിലേക്ക് ഓരോ സ്പൂണും ഇന്ന് കോരി, ചെറിയ സ്പൂണാണ് എടുത്തുന്നത്. ഒരു സൈഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. മറ്റേ സൈഡും കൂടി ആയാൽ നമുക്ക് കോരിയെടുക്കാം. രണ്ട് സൈഡും ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം. ഇതേപോലെ എല്ലാം ഉണ്ടാക്കിയെടുക്കാം. അപ്പം നമ്മുടെ മുട്ട പക്കോട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പക്കോടയാണത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.